കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ MDMA വേട്ട. കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ 100 ഗ്രാം MDMAയും വയനാട് മുത്തങ്ങയിൽ 98 ഗ്രാമും മലപ്പുറം മങ്കടയിൽ 5.1 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. വിവിധയിടങ്ങളിലായുള്ള സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവനും ശാന്തകുമാറുമാണ് ചേരുന്നത്. ആദ്യം രതീഷ് വാസുദേവനിലേക്കാണ്. രതീഷ്, വളരെയധികമായി ഈ ഒരു ലഹരി ഉപയോഗം അല്ലെങ്കിൽ വിതരണം സംസ്ഥാനത്ത് കൂടുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു വാർത്ത വന്നിരിക്കുന്നത്. അവിടെ ഏത് രീതിയിലാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്? തീർച്ചയായും ഇത്തരത്തിൽ വലിയ ജാഗ്രത എക്സൈസും പോലീസും പുലർത്തുന്നു. അതിന്റെയും കൂടെ ഭാഗമായിട്ട് അത്തരം പരിശോധനകൾ ശക്തമാക്കുന്നു. അതിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ MDMA ഉൾപ്പെടെയുള്ളത് കസ്റ്റഡിയിലെടുത്തത്. അത്തരത്തിലുള്ള രഹസ്യ വിവരത്തിനനുസരിച്ചുള്ള തീവ്രമായ നിരീക്ഷണവും ഒക്കെ വളരെ നാളുകൾക്ക് ശേഷം മാത്രമാണ് ഇത്തരം സംഘങ്ങളെ പിടിക്കുന്നത്. ഇപ്പോൾ രാമനാട്ടുകരയിൽ പിടികൂടിയ ശ്രാവൺ BBA വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹം മാസങ്ങളായി ഇത്തരത്തിൽ വിപണനം നടത്തി എന്നാണ് ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മനസ്സിലാവുന്നത്. 50-ലേറെ തവണ ഇത്തരത്തിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വ്യാപാരം നടത്തിയതായി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വീട്ടിലെ അമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാറിലാണ് ഇത്തരത്തിൽ ഈ വിപണനവുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നത്. ഇതിനിടയിലാണ് ഏറെ നാളത്തെ നിരീക്ഷണത്തിനൊടുവിൽ സംശയം തോന്നിയ പരിശോധന. ഈ കാർ ഇതിനു മുമ്പും പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് രാമനാട്ടുകരയിൽ വെച്ച് ശ്രാവൺ സാഗറിനെ പിടികൂടിയത്. എന്തായാലും ഇതുപോലെ തന്നെ വയനാട് കർണാടക അതിർത്തിയിലെ മുത്തങ്ങയിലും 98 ഗ്രാം MDMA മലപ്പുറം സ്വദേശി ഷഫി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പരിശോധന അതിർത്തികളിൽ ഉൾപ്പെടെ പോലീസും എക്സൈസും സംയുക്തമായി നടത്തുന്നു എന്ന് തന്നെയാണ് ഈ കൂടുതൽ ആളുകൾ പിടിക്കപ്പെടാൻ കാരണം. രാസലഹരിയുടെ വിപണനം വല്ലാത്ത തരത്തിൽ ബാധിക്കുന്നു. അത് യുവതലമുറയെല്ലാം വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു. അതിന് പ്രത്യേക ശൃംഖലകൾ ഉണ്ടാകുന്നു. വിദ്യാർത്ഥിയായ ശ്രാവൺ ഇത്തരത്തിൽ വിപണനം നടത്തിയത് MDMA ഉൾപ്പെടെയുള്ള രാസലഹരി നേരിട്ടെത്തിക്കാതെ മറ്റൊരിടത്ത് വയ്ക്കുകയും അതിന്റെ ഫോട്ടോ എടുത്ത് ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്ത ശേഷം ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ച് ആവശ്യക്കാർ അത് പോയി കണ്ടെത്തുന്ന രീതിയാണ്. ഇതുകൊണ്ട് തന്നെ സുരക്ഷിതമാണ് എന്ന ധാരണയിലാണ് ഇത്തരത്തിൽ വിപണനം നടത്തി വന്നിരുന്നത്. ഓരോ ആളുകളും ഓരോ തരത്തിൽ ഇത് വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഒട്ടാകെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നത്. ഏതായാലും പോലീസിന്റെ ജാഗ്രതയും രഹസ്യ വിവരത്തേക്ക് തുടർച്ചയായ പരിശോധനയുമാണ് ഇത്തരത്തിൽ MDMA കച്ചവടക്കാരെ കണ്ടെത്തുവാൻ, ഉപയോഗക്കാരെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്. ഏതായാലും കർശന ജാഗ്രത എക്സൈസ്. ശരി രതീഷ്, ശാന്തകുമാർ കൂടി ചേരുകയാണ്. ശാന്തകുമാർ, കോഴിക്കോടും രാമനാട്ടുകരയുടെ ആ ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ തരത്തിൽ MDMA പിടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 100 ഗ്രാം MDMA പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ നിന്നാണ്, ആരുടെ അടുത്തു നിന്നാണ് ഇത് പിടികൂടിയത്? മലപ്പുറം SP നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം ലഹരി വിരുദ്ധ സേനയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശക്തമായ പരിശോധനയും അന്വേഷണവുമായി നടക്കുകയാണ്. അതിന്റെ ഭാഗമായി നിരവധി കേസുകൾ ദിനംപ്രതി പിടികൂടുന്നുണ്ട്. ഇന്ന് പിടികൂടിയത് 5.1 ഗ്രാം MDMA ആണ്. ഇതിനകത്ത് മണ്ണാർക്കാട് സ്വദേശി ഒരു സിദ്ദീഖ്, അതുപോലെ തന്നെ മലപ്പുറത്തെ സ്വദേശിയായ ഒരു ആഷിഫ്, ആലപ്പുഴ സ്വദേശിയായ ഒരു യുവതി ലുബ്നാസ് ഉൾപ്പെടെ 4 പേരെയാണ് ഇന്ന് മണ്ണാർക്കാട് നിന്നും ഒപ്പം തന്നെ പെരിന്തൽമണ്ണയിൽ നിന്നുമായി മലപ്പുറം ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഇവർ വീടുകൾ കേന്ദ്രീകരിച്ചും വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും എല്ലാമാണ് ഇത്തരം വിപണനം നടത്തുന്നതെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ചെറുകിട വിപണനം നടത്തുന്ന, നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘമാണ് ഈ യുവതി ഉൾപ്പെടെയുള്ളവർ. അവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷണം നടത്തിയിരുന്നത്. ഇവരുടെ ടവർ ലൊക്കേഷനും മറ്റുള്ളതും പരിശോധിച്ച് ഇവരുടെ രീതികളും ഇവരുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉൾപ്പെടെ പരിശോധിച്ച് തന്നെയാണ് ഇവരിലേക്ക് എത്തുന്നത് എന്നാണ് പോലീസും പറയുന്നത്. ശരി ശാന്തകുമാർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് വലിയ തരത്തിൽ MDMA വേട്ട ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് 100 ഗ്രാം MDMA ആണ് പിടികൂടിയത്. വയനാട്ടിൽ നിന്ന് 98 ഗ്രാമും പിടികൂടിയിരിക്കുന്നു. അതുപോലെ മങ്കടയിൽ നിന്നും 5.1 ഗ്രാം MDMAയുമാണ് പിടിച്ചെടുത്തത്.